എങ്ങനെ ഒരു ബന്ധം? എനിക്ക് പേടിയായിരുന്നു. ഞാൻ പറഞ്ഞ വെച്ചാൽ പണ്ട് കാണുമ്പോഴും മിക്ക സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ മാറി മറ്റേ പുള്ളിയെടുത്ത് മുഖം കൊടുക്കാതെ പോവുക എന്നുള്ളതാണ്. അതും കാണുമ്പോഴൊക്കെ വൈഫായിട്ട് പുള്ളി നല്ല അടുപ്പം. വൈഫ് ഭയങ്കര ഫാനാണ് പണ്ട് തൊട്ടേ. അപ്പോൾ ഭയങ്കര അടുപ്പമാണ്. ഇവിടെ വന്ന് കാണുമ്പോൾ പുള്ളിക്കാരി പോയി കണ്ടിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇത് ചെയ്ത് അപ്പോൾ കാണുമ്പോൾ തന്നെ പറയും ഇത് പുള്ളിക്കാരി നമ്മുടെ ഫാനാണ്, ഇവൻ എൻ്റെ ഫാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ. ഞാൻ മമ്മൂക്കയായിട്ട് ശരിക്കും പറഞ്ഞ ബന്ധം വരുന്നത് നമ്മുടെ ആ ശാരദ ബുക്ക് ഫെയറിലാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ മമ്മൂക്ക ഫുൾ ഇതായിട്ടിരിക്കും. അപ്പം ഞാൻ താഴെ വെയിറ്റ് ചെയ്തു. കാരണം DC രവിയേട്ടനൊക്കെ വരാണ്ട് ഇപ്പം വന്നിട്ട് കയറാന്ന് വെച്ചിട്ട് അപ്പം ഞാൻ നൈലയുണ്ട്. നമ്മൾ രണ്ടുപേരും മുകളിലോട്ട് കയറി ചെന്നപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനിവിടെ ബുക്ക് വയ്ക്കാൻ വന്നതാണെന്ന് നീ പറഞ്ഞോടാ നീ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല, നീ റേഡിയോ കയറി പറയണ്ടല്ലോ മമ്മൂട്ടി ഇവിടെ ബുക്ക് വയ്ക്കാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല നമുക്ക് പിന്നെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ബുക്കിൻ്റെ നീ പുതിയതായിട്ട് മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സത്യമായിട്ടുമില്ല. അപ്പം പറഞ്ഞു എന്താ ഇത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഫുൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അപ്പം പുള്ളി പെട്ടെന്ന് 1-2 അതിനകത്ത് പോയിന്റ്സ് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അപ്പോൾ ഇത് മുഴുവൻ വായിച്ചു നീ എന്ന് പറയും. ഞാൻ പറഞ്ഞു ഞാൻ മുഴുവൻ വായിച്ചു, അറിയുന്ന മറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളല്ലോ, അപ്പോൾ അതുകൊണ്ട് വായിച്ചാണല്ലോ, അത് എൻ്റെ ഇത് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു അല്ല, ഞാനിത് കിട്ടിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ ഫുള്ളിരുന്ന് വായിച്ചു. എന്നിട്ട് അതിനകത്ത് നിന്നാണ് ഇതുണ്ട്. അപ്പം ഇത് പറഞ്ഞപ്പം പറഞ്ഞാൽ ഇപ്പം വായന എന്ന് പറഞ്ഞ ശീലം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് വായനാശീലമുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് മറ്റേ ഒരു ആളാണ് ഇത് എഴുതുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വില്യം ഡാൽറിമ്പിളാണ്. ഇവ ശരിക്കും വായിക്കുമോ നൈല എടുത്ത്. അപ്പം നൈല പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇത് വായിക്കുന്ന ആളാണ്. അപ്പം പറഞ്ഞു ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പുള്ളി അസാധ്യമായി വായിക്കുന്ന മനുഷ്യനാണ്. ഞാൻ പറഞ്ഞത് അത് വായന നീട്ടിയ ബ്രിഡ്ജ് റിവർക്ക് സിനിമയിൽ നീട്ടിയാണെന്നൊക്കെ അങ്ങനെ ഒരു ഇതിലാണ് ആദ്യമായിട്ട് ബന്ധം പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ അതായത് മമ്മൂക്കയുടെ ബുക്കിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്. മമ്മൂക്കയുടെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് മലയാളത്തിൽ അഭിനയിച്ചു എന്നുള്ളതും മലയാളി ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ആണെന്നുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവിടെ അതാണ് അവർ അവസാനിപ്പിച്ച സാധനം.